നമ്മളിൽ പലരും മൈക്രോസോഫ്റ്റ് ഓഫീസിൻ്റെ വേർഡും എക്സലും പവർ പോയിൻറ്റും ഒക്കെ ഉപയോഗിക്കുന്നവരാണ്. ഇത് കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാൻ നമ്മൾ ക്യാഷ് കൊടുത്ത് ലൈസൻസ് പർച്ചേസ് ചെയ്യണം. ചിലർ അതുകൊണ്ട് അതിൻ്റെ ക്രാക്ക്ഡ് വേർഷനാണ് ഉപയോഗിക്കുന്നത്. അതിന് അതിൻ്റേതായ റിസ്ക്കും ഉണ്ട്. പക്ഷേ ഓഫീസ് ആപ്ലിക്കേഷനുകൾ ഫ്രീ ആയി എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും? ഞാൻ അടുത്തിടയ്ക്ക് ഒരു കമ്പ്യൂട്ടർ അസംബിൾ ചെയ്തിരുന്നു. അതിൻ്റെ വീഡിയോ ഈ ചാനലിലുണ്ട്. ലിങ്ക് ഞാൻ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കാണാം. ആ കമ്പ്യൂട്ടറിൽ എനിക്ക് ഓഫീസ് ആപ്ലിക്കേഷൻസ് വേണം. പക്ഷേ MS ഓഫീസ് ക്യാഷ് കൊടുത്ത് പർച്ചേസ് ചെയ്യാനും തോന്നിയില്ല. അങ്ങനെ സെർച്ച് ചെയ്തപ്പോഴാണ് 100% ലീഗലായും ഫ്രീ ആയി ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഓഫീസ് സ്യൂട്ട് കണ്ടത്. അതാണ് ഇന്നത്തെ ഈ ചെറിയ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നമ്മൾ നോക്കും. അതോടൊപ്പം ഇതുപോലെ ഫ്രീ ആയി ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റ് ഓഫീസ് ആപ്ലിക്കേഷനെ കുറിച്ചും ചുരുക്കമായി പറയാം. ഓൺലി ഓഫീസ് എന്ന ഓഫീസ് സ്യൂട്ടാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. അതിന് അതിൻ്റെ ഒഫീഷ്യൽ സൈറ്റായ onlyoffice.com വരണം. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഡൗൺലോഡ്സിലേക്ക് മൗസ് കൊണ്ടുവരുമ്പോൾ വരുന്ന മെനുവിൽ നിന്ന് ഡെസ്ക്ടോപ്പ് ആൻഡ് മൊബൈൽ ആപ്സിൽ ക്ലിക്ക് ചെയ്യണം. ഈ പേജിൽ നിന്ന് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് വേണ്ട ഇൻസ്റ്റാളർ ഡൗൺലോഡ് ചെയ്യണം. വിൻഡോസ്, മാക്OS, ലിനക്സ് തുടങ്ങിയ എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളിലും ഇത് ലഭ്യമാണ്. അതൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വിൻഡോസിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. എളുപ്പത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ ഈ ഓൺലൈൻ ഇൻസ്റ്റാളറാണ് നല്ലത്. ഇത് നമ്മുടെ വിൻഡോസ് വേർഷൻ ഏതാണെന്നും നമ്മുടെ സിസ്റ്റം എത്ര ബിറ്റാണെന്നും ഒക്കെ കണ്ടുപിടിച്ച് അതിന് പറ്റിയ ഓൺലി ഓഫീസ് വേർഷൻ ഓട്ടോമാറ്റിക്കായി നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യും. അതുകൊണ്ട് ഇത് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് കംപ്ലീറ്റ് ആകുമ്പോൾ ഫയൽ ഓപ്പൺ ചെയ്യാം. ഇവിടെ പറയുന്നത് പോലെ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് മറ്റ് ആപ്ലിക്കേഷനുകൾ ക്ലോസ് ചെയ്യണം. ഇനി ഇൻസ്റ്റാൾ ചെയ്യാം. ഈ ഭാഗം ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യുകയാണ്. വീഡിയോ ലൈക്ക് ചെയ്യാനും ഇതുപോലെ യൂസ്ഫുള്ളായ ടിപ്സുകൾ ഇനിയും കിട്ടുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഇപ്പോൾ ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയി. ഇത് ക്ലോസ് ചെയ്യുമ്പോൾ ഓൺലി ഓഫീസ് ഓപ്പൺ ആകും. നാല് ആപ്ലിക്കേഷനുകളാണ് ഇതിലുള്ളത്. നമുക്ക് ഓരോന്നും നോക്കാം. ഡോക്യുമെൻ്റ് ആപ്പ് മൈക്രോസോഫ്റ്റ് വേർഡ് പോലെ ഉപയോഗിക്കാവുന്ന ആപ്പാണ്. ഏകദേശം വേർഡിൻ്റെ അതേ ഇൻ്റർഫേസ് തന്നെയാണ് ഇതിനും. സ്പ്രെഡ്ഷീറ്റ് ആപ്പ് നമുക്ക് എക്സൽ പോലെ ഉപയോഗിക്കാൻ പറ്റും. ഇത് കാഴ്ചയ്ക്കും ഉപയോഗത്തിലുമൊക്കെ ഏതാണ്ട് എക്സൽ പോലെ തന്നെയാണ്. പ്രസൻറ്റേഷൻ ആപ്പിൽ പവർ പോയിൻറ്റിൻ്റെ അതേ ഉപയോഗം നടക്കും. പവർ പോയിൻ്റ് ഉപയോഗിക്കുന്നവർക്ക് ഇത് വളരെ എളുപ്പം ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. PDF ഫോം എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് PDF ക്രിയേറ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ പറ്റും. ഓൺലി ഓഫീസ് കമ്പ്യൂട്ടറിൽ മാത്രമല്ല ഫോണിലും ഉപയോഗിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിളിൻ്റെ ആപ്പ് സ്റ്റോറിലും ഒക്കെ ഇത് അവൈലബിൾ ആണ്. ഇനി MS ഓഫീസിന് പകരം ഫ്രീ ആയി ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റ് ചില ഓഫീസ് ആപ്ലിക്കേഷനുകൾ കൂടി നോക്കാം. ഒന്നാമത്തേത് മൈക്രോസോഫ്റ്റ് ഓഫീസിൻ്റെ തന്നെ ഓൺലൈൻ വേർഷനാണ്. ഇത് office.com എന്ന സൈറ്റിൽ കയറി മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് വെച്ച് ലോഗിൻ ചെയ്താൽ ഫ്രീ ആയി ഉപയോഗിക്കാം. അടുത്ത ഓപ്ഷൻ ഗൂഗിൾ വർക്ക് സ്പേസ് ആണ്. മൈക്രോസോഫ്റ്റ് ഓഫീസ് ആപ്ലിക്കേഷന് സമാനമായ ആപ്ലിക്കേഷനുകൾ ഗൂഗിൾ വർക്ക് സ്പേസിൽ നമുക്ക് ഫ്രീ ആയി ഉപയോഗിക്കാം. ഒരു ഗൂഗിൾ അക്കൗണ്ട് ഉണ്ടായിരിക്കണമെന്ന് മാത്രം. മറ്റൊരു ഓപ്ഷൻ LibreOffice ആണ്. LibreOffice.org എന്ന ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് നമുക്കിത് ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം. ഇനി ഒരു ഓപ്ഷൻ കൂടി പറയാം. അത് ഫ്രീ ഓഫീസ് ആണ്. കാഴ്ചയ്ക്ക് മൈക്രോസോഫ്റ്റ് ഓഫീസ് ആപ്ലിക്കേഷനുകളോട് വളരെ സമാനതയുള്ള ഒന്നാണിത്. freeoffice.com എന്ന സൈറ്റിൽ നിന്ന് ഇത് ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം. ഇനിയുമുണ്ട് ഇതുപോലെ വേറെയും ഫ്രീ ആപ്ലിക്കേഷനുകൾ. അങ്ങനെ ഏതെങ്കിലും നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. ഇതുപോലുള്ള വീഡിയോ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളവർക്ക് ഇത് അയച്ചു കൊടുക്കാനും മറക്കണ്ട. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി പിന്നെ കാണാം.